ആറാമത്തെ കുരിശ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വഴി കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കോടയാണ്. നേരത്തെ നമുക്ക് താഴെ നിന്നപ്പം 7ാമത്തെ കുരിശ് ഒരു മിന്നായം പോലെ കാണാമായിരുന്നു. ഇതിപ്പോൾ ഫുള്ള് കോടയായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ പാറയിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ 6ാമത്തെ കുരിശ് കഴിയാൻ നേരത്ത് ഇവിടെ അത്യാവശ്യം ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് വീണ്ടും നമ്മൾ മേളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. മഴയുള്ളത് കൊണ്ട് തന്നെ നല്ല കോടയാണ് ഇവിടെ. കോടയുള്ളത് കൊണ്ട് ഇവിടുത്തെ പ്രകൃതി എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല. തങ്ങൾപ്പാറയൊക്കെ കയറാൻ നേരത്ത് നമ്മൾ കയറുന്നതിൻ്റെ ഇരുവശവും കൊക്ക പോലെയുള്ള സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെയും ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കാം, കോടയുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മനസ്സിലാവാത്തത്. ഇതൊക്കെ നല്ല കുത്തനെയുള്ള കയറ്റാണിത്. അപ്പോൾ അതേ 7ാമത്തെ കുരിശിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. കറക്റ്റ് എണ്ണം നമുക്ക് ഏറ്റവും ലാസ്റ്റ്